കുറച്ച് മാന്യത കാണിക്കണം. ഇത്തരം അസംബന്ധങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മാന്യതക്കേടായി തോന്നുന്നില്ലേ? കോടതിയുടേതാണ് ചോദ്യം. ശങ്കർദാസിന്റെ അറസ്റ്റ് എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു എന്നുള്ളത് SITയോട് കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വാക്കാലാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് മകൻ പോലീസ് ആയതുകൊണ്ട്, പണ്ട് വീട്ടിൽ ആന ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഉണ്ട് എന്ന് പറയുന്നത് പോലെ മകൻ പോലീസ് ആയതുകൊണ്ട് എന്ത് കോടികൾ കട്ടാലും അച്ഛനങ്ങ് പോയി ആശുപത്രി കിടന്നാൽ മതി. 85 വയസ്സായില്ലേ, 85 ആയാലും 100 വയസ്സായാലും കൊലപാതകം തന്നെയാണ്, മോഷണം തന്നെയാണ്. അത് ആരുടെ ഇതായാലും. ഈ ശങ്കർദാസിനെ പൂട്ടേണ്ട സമയം കഴിഞ്ഞു. പിന്നെ എന്താണ് SIT ഇങ്ങനെ കോടതി പറഞ്ഞിട്ട് പോലും അപ്പൊ കോടതിക്ക് പുല്ലുവിലയാണ് SIT നൽകുന്നത്? കോടതി പറയുന്നില്ലെന്നേ ഉള്ളൂ, കോടതിക്ക് പുല്ലുവില. കാരണം ഈ പുല്ലുവില കൽപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം കോടതി തിരിച്ചും മറിച്ചു വിട്ട് ഈ കേസിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ കേസ് ഇത്രയും വരുന്നത്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കോടതി ആദ്യമേ ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ ഇതിനകത്ത് ഗൗരവം മനസ്സിലാക്കി കോടതിക്ക് ഒരുപക്ഷെ ഇതിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാം ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് കോടതി ആദ്യമേ തുടക്കം തന്നെ പറഞ്ഞത് ഓർമ്മയില്ലേ? കോടതി പറഞ്ഞത് ഇതിനകത്ത് ഗൂഢാലോചന അന്വേഷിക്കണം, കടൽ കടന്നുവന്ന് കാര്യം നിരീക്ഷിക്കണം, ആരൊക്കെ ഉണ്ട് അവരെല്ലാം പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് പറഞ്ഞ് ഇത്രയും പേരുടെ കേസെടുക്കുന്നതിന് മുമ്പേ കോടതി ആ പേരെടുത്ത് പറഞ്ഞാണ് കൊടുത്തത്. അതിനകത്ത് തന്ത്രി അറസ്റ്റ് ചെയ്യാൻ എത്ര കാലം എടുത്തു? ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട തന്ത്രിയല്ലേ. ഇനി അറസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതാണ് ഈ ശങ്കർദാസിനെയൊക്കെ ഈ ആര് കേട്ടാലും എന്ത് പറയും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എല്ലാത്തിനകത്തും സ്വാധീനമുള്ളവൻ എന്തും നടക്കും, അല്ലെങ്കിൽ ഈ നടക്കുന്നതൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും സ്വാധീനമുള്ളവനെയും ഒക്കെ മാറ്റി നിർത്തിയുള്ള കാര്യങ്ങളല്ലേ എന്ന് ആൾക്കാർ വിചാരിക്കത്തില്ലേ? കാരണം ഈ കേസിനകത്ത് അന്വേഷണം വരുമ്പോൾ, അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് വ്യക്തതയോടുകൂടി കോടതിക്കും ആർക്കും പറയാൻ പറ്റുന്ന ആൾക്കാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും തന്ത്രിയും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡും തന്ത്രിയും. ഇവർ വിചാരിക്കാതെ ഗൂഢാലോചനയും കൊള്ളയും നടക്കത്തില്ല. പ്രധാനപ്പെട്ട സംരക്ഷകർ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ്. ഇവരുടെ അറിവില്ലാതെ ഒന്നും നടക്കത്തില്ല. അതാണ് അതിന്റെ നിയമം. ആ സമയത്ത് ഈ പറയുന്ന പപ്പന്റെ കൂടെ ഇരുന്ന 2 ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യുന്നില്ല. പപ്പനെ അറസ്റ്റ് ചെയ്യുന്നു. എന്തിന്? സ്വർണ്ണക്കൊള്ള നടത്തിയതിന്, എന്തിന്? രേഖ തിരുത്തിയതിന്, എന്തിന്? മാസ്റ്ററിന്റെ കീഴിൽ ഒപ്പിട്ടതിന്. ഇതിന്റെ കൂടെ ഇരുന്ന ആൾക്കാരല്ലേ ഈ ശങ്കർദാസും മറ്റൊരു. ഇത് കോടതി ചോദിച്ചു, ഹൈക്കോടതി വളരെ വെയിറ്റ് ചെയ്തിട്ട് ജനത്തിന് ഇത് ബോധ്യം വരാതിരിക്കാൻ വേണ്ടി നിവർത്തി കെട്ടു. എന്നിട്ട് അവസാനം ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾ എന്തൊരു മര്യാദയുടെ കാണിക്കുന്നേ? നിങ്ങൾ കാണിക്കുന്നത് ഇവിടുത്തെ ന്യായമാണ്. ഇതിന്റെ കൂടെ കൊള്ളയടിച്ചവരെ 2 പേരെ എവിടെ എടുത്തിട്ട് ഒരുത്തിനെ പിടിച്ചകത്തിട്ടേക്കുന്നു. അവൻ അവിടെ കിടന്ന് പറയുന്നത് ഇന്നവരെ കൊള്ളയടിച്ചതെന്ന്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന്, തന്ത്രി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഇവർ രണ്ടും കൂടി ഇരുന്ന് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. എന്നിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, ഒരാൾ ഇപ്പോഴും കിടക്കുന്നു. എന്തുകൊണ്ട്? ഈ SP അയാൾ ഇപ്പൊ IG അയാളുടെ അച്ഛനായതുകൊണ്ട്. ഇത് കുറെ ചോദിച്ചാൽ ബദർദി എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി ചോദിക്കുന്ന എന്തൊരു മര്യാദകള്. അന്ന് തൊട്ട് ഒരാൾ ആശുപത്രിയില്ല. അത് കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രി നാടകം പൊളിച്ചു. തന്ത്രിയുടെ വേദനയുണ്ടോ വേദന ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, മനസ്സിലായില്ലേ? പുള്ളി അകത്തായിരുന്നു. പേടിച്ച പിന്നെ ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ ചെയ്യുന്നതിന് പേടിയില്ല. അമ്മ അടിച്ചിളക്കി മൊത്തം വീട്ടിൽ കൊണ്ടുപോയി കോടികളുടെ ഇടപാട് നടത്തുന്നതിന് ഡീമണി ഉൾപ്പെടെ ഉള്ളതിനുള്ള കേസിനകത്ത് ഇടനില എന്നതും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് അതിന് പേടിയില്ലായിരുന്നു. ഇപ്പൊ ഇത് തുടങ്ങുമ്പോഴേ അറിയാമല്ലോ എവിടെയെങ്കിലും പാളി എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം അത് പാളും എന്നുള്ളത്, അല്ലെങ്കിൽ പാളിയാലും പിടിച്ചിരിക്കാന്നുള്ളത്, രക്തസമ്മർദ്ദം ഒക്കെ നാടകമാണോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പല വെളിയിൽ നിന്ന് ഇതുപോലെ IAS IPS ഉദ്യോഗസ്ഥന്മാർ, ഇതുപോലെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പരസ്യമായിട്ട് ചാനലിൽ നിന്ന് ചോദിച്ചു തുടങ്ങി, ഇത് അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നാടകമാണോ? ഇത് സ്ഥിരം നാടകമല്ലേ? ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മയങ്ങി വീഴാറില്ലേ? ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കൊടുക്കുന്ന വക്കീലന്മാരും മജിസ്ട്രേറ്റും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? വയ്യാത്ത ആളാണ്, അല്ലെങ്കിൽ ഇയാളെ ആശുപത്രി ഹോൾഡ് ചെയ്താൽ മതിയല്ലോ, ജയിലിന്റെ രീതിയിൽ റിക്കാർഡ് ജയിലിൽ കിടക്കേണ്ട, ആശുപത്രി കിടന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് അയാളെ പുറത്താക്കോട്ടുണ്ട്. ഇയാൾ വന്നുകൊണ്ട് എവിടെ കിടക്കുക? കോടതി ചോദിക്കുന്ന ഇയാളെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇയാൾ പ്രതിയായ അന്നുകൊണ്ട് ഇയാൾ കോടതിയിൽ. ഇത് ആരുടെ രക്ഷണ? ഇതെന്ത് ന്യായമാ? ഇയാളുടെ മകൻ IG ആയതുകൊണ്ടാണോ എന്ന് കോടതി എടുത്തു ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന്, എന്നിട്ടും അറസ്റ്റിലേക്ക് പോകുന്നില്ല. അതായത് ഈ വിഷയത്തിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ദ്വാരപാലക ശില്പവും വാതിൽപ്പടിയും അന്വേഷിക്കാൻ SIT ഏർപ്പിക്കുന്നു. SIT ആരുടെ കോടതിയുടെ നിയന്ത്രണത്തിലാകുന്നു. ഇതിനകത്ത് അന്വേഷണത്തിനകത്ത് SIT അങ്ങ് അന്വേഷിക്കാത്ത കോടതി അന്വേഷിക്കട. അന്നേരം 2 പേരെ എവിടെ നിന്ന് അറസ്റ്റ് വീണ്ടും ഇപ്പൊ നിന്നിരിക്കുക തന്ത്രി അവിടെ നിന്ന്. ഇതിനകത്ത് ആരും ഇല്ല. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന പപ്പനും ആ വാസുവും ആ മുരാരി ബാബു, ഏറ്റവും അവസാനം ഇപ്പൊ ആരാ? ഈ തന്ത്രിയും. ഇത് ഇത്രയും പേരുണ്ടെന്ന് നമുക്ക് ആർക്കറിയുമേ? എനിക്കറിയാം, ഈ റോഡേക്കർ നടക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് കൂടാതെ ഒന്നും നടന്നിട്ടില്ലയോ? അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണം അല്ലെങ്കിൽ ഒന്നും കടൽ കടന്നിട്ടില്ലയോ?
ഈ പറഞ്ഞ ഡീമണി പറഞ്ഞ ചാക്കക്കെട്ടിയ വിഗ്രഹം ഒക്കെ ചുമ്മാ കഥയാണ്, ഒരു തിരക്കഥയാണ്, ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ അയാൾ കൊണ്ട് മൊഴി കൊടുത്തത്? അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റയെ കണ്ടപ്പോൾ സോണിയാഗാന്ധിക്ക് എന്തോ ഇങ്ങോട്ട് വന്നിട്ട് കൂടെ ഫോട്ടോ എടുത്താതെന്ന് പറഞ്ഞ് എടുത്തതാണോ? അല്ല, നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ല. ഇവയാൾക്കുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം ഈ വലിയ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള VVIP-യുമായിട്ടും അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരായിട്ട് എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുമോ? എന്ത് സെലിബ്രിറ്റിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? മോഹൻലാലാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? മമ്മൂട്ടിയാണോ? അതോ നമ്മുടെ സുരേഷ് ഗോപിയാണോ? അതൊന്നും ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെണ്ണും പിള്ളേ അവിടെ ഉണ്ട്. ഹിന്ദു മതത്തിനെ കണ്ടുകൂടാ സോണിയാഗാന്ധിക്ക്? അപ്പൊ നമ്മൾ ആരെയും സമീപിച്ച് അവരെ പറ്റി അന്വേഷിക്കുകയേ വേണ്ട, SITക്ക് അന്വേഷിക്കുകയേ വേണ്ട, ചോദ്യം ചെയ്യാൻ വേണ്ട, ഒന്നും വേണ്ട. ഇടയ്ക്ക് വെച്ച് SIT ആരെ വിളിച്ചെന്ന് പറഞ്ഞു? അടൂർ പ്രകാശിനെ വിളിച്ചെന്നു. അടൂർ പ്രകാശിനെ വിളിച്ചാൽ അന്നേരം അറിയാം ഇതിന്റെ ഡയറക്ഷൻ നേരെ ഡൽഹിയിലോട്ട് പോകുന്നു. അടൂർ പ്രകാശിനെ വിളിച്ച് പറഞ്ഞു, എന്നെ വിളിച്ചിട്ടേ ഇല്ല, മാധ്യമങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അടൂർ പ്രകാശിനെ വിളിക്കണ്ട, ജയറാമിനെ വിളിക്കണ്ട, ഈ പറയുന്ന ആരെയും വിളിക്കണ്ട. അപ്പം ഇതിനകത്ത് കോടതി നിവർത്തികെട്ട് കോടതി. കാരണം കോടതിക്ക് മനസ്സിലായി ഒന്നും നടക്കത്തില്ല, ഇവരാഗ്രഹിക്കുന്ന പോലെ ഇവർ ഈ കേസ് കൺക്ലൂഡ് ചെയ്യും. ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമല്ലോ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടി, പപ്പരെ തട്ടി, ഇവിടെ വന്ന് തന്ത്രിയെ തട്ടി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയത്തില്ല, ഇങ്ങനെ അവിടെ കിടന്ന് ഈ കേസ് അങ്ങ് തീരും. ഇത് ഈ ഇലക്ഷൻ വരെ ഒരുപക്ഷെ ഇതിങ്ങനെ ലൈവായിട്ട് നിർത്തും ആരെങ്കിലും ഒക്കെ. അതിനകത്ത് നിൽക്കുന്നതിനകത്ത് UDF-ന് താല്പര്യമില്ല, BJPക്ക് താല്പര്യമില്ല, LDF-ന് താല്പര്യമില്ല, മറ്റു പലതിലും ആ താല്പര്യം. ഏറ്റവും വലിയ അല്ലെങ്കിൽ ജനത്തിനെ മൊത്തവും സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ മൊത്തം ഒരു പക്ഷത്താക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു വമ്പൻ കൊള്ള, ഒരു വമ്പൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നാൽ, സമരം ഏറ്റെടുത്താൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വളരെ വലിയ നീക്കം നടത്താൻ കഴിയുന്നിടത്താണ് ഈ കേസ് ഏറ്റെടുക്കാതെ കോൺഗ്രസ് നിൽക്കുന്നു, ഈ കേസ് ഏറ്റെടുക്കാതെ BJP നിൽക്കുന്നു. ഈ കേസ് ഒരു ഉരുട്ടിപ്പരട്ടി കൊണ്ടുപോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ വേണ്ട രീതിയിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയാൽ മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ആ തന്ത്രിയിൽ വരെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഈ കേസ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണമെന്ന് രഹസ്യമായിട്ടെങ്കിലും SIT ഉദ്യോഗസ്ഥന്മാരെ ഭരണപക്ഷത്തിരിക്കുന്നവരും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരും അല്ലെങ്കിൽ ഉന്നതരും സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് കോടതിക്ക് ചോദിക്കേണ്ടി വരുന്നത്. പ്രതിയാണ്, കൊള്ളക്കാരനാണ്, എവിഡൻസ് ഉള്ളവനാണ്, എന്നിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട്? എന്തൊരു നിയമമാണ്? നിയമസംഹിതയെ വരെ സ്വാധീനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു IG-യുടെ അച്ഛനാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വാധീനമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും പഴുത് കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് ജനം മനസ്സിലാക്കട്ടെ എന്ന് കണ്ടാണ് നിവർത്തികെട്ട് കോടതി അത്തരത്തിലേക്ക് ചൂണ്ടിയതെന്ന് മനസ്സിലാക്കും. ഏതായാലും SIT-യുടെ അന്വേഷണം തന്ത്രി അല്ലെങ്കിൽ ഇത്രയും നീണ്ടും അതിനകത്ത് അത് വയ്യാതായി. അന്വേഷണം ഇതിന്റെ നിഗൂഢതയിലേക്കും ഇതിന്റെ വ്യാപ്തിയിലേക്കും ഒന്നും കടക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഇത് ഉരുട്ടിപ്പരട്ടി പോകും. നാളെയും ശബരിമല കൊള്ള നടക്കും. ഇന്നലെ വരെ നടന്ന കൊള്ളക്കാർ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. യഥാർത്ഥമായിട്ട് നടന്ന കൊള്ള വെളിയിൽ വരാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്നത്.